കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കോമഡിയും അതേസമയം ഈ നാട് ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തവും എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പ്രിയ പുത്രിയും മരുമകനുമാവും. ഇവരൊക്കെ കൂടി ചേർന്ന് ഈ കൊച്ചു കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർച്ചയായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അധികാരത്തിൻ്റെ ഹുങ്കും ധാർഷ്ട്യവും നിറഞ്ഞ നാണം കെട്ട കുടുംബവാഴ്ചയുടെ നാടകം തന്നെയാണെന്ന് കൂടി നിസ്സംശയം പറയാൻ കഴിയും. കാരണം സാധാരണക്കാരൻ്റെ ജീവിതം ദുരിതപൂർണമാകുമ്പോൾ ഭരണത്തിൻ്റെ മറവിൽ കോടികൾ കൊയ്യുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത്. എക്സാലോജിക് മാസപ്പടി കേസ് എന്ന് പറയുന്നത് കാലം കടന്നു പോകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ആറിത്തണുത്ത് ആരും ചർച്ച ചെയ്യാതെ മാധ്യമങ്ങൾ പോലും മറന്നു പോകുന്ന തരത്തിൽ മാഞ്ഞു പോകുമെന്നും അതോടുകൂടി തങ്ങളുടെ പ്രിയ പുത്രിയായ വീണ വിജയനും അവരുടെ ഭർത്താവിൻ്റെ ബിസിനസ് സാമ്രാജ്യവും സുരക്ഷിതമാകുമെന്നും കരുതി ക്ലിഫ് ഹൗസിലും AKG സെന്ററിലും ഇരുന്ന് സമാധാനത്തിൻ്റെ ദീർഘനിശ്വാസം എടുത്തുകൊണ്ടിരുന്ന സഖാക്കളുടെ നെഞ്ചിലേക്ക് ഇടുത്തി പോലെ വന്നു വീണ ഒരു വലിയ ഞെട്ടലാണ് കേരളത്തിലെ 8 ഇടങ്ങളിൽ ഒരേ സമയം നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ മിന്നൽ റെയ്ഡുകളുടെ വാർത്ത. ഈ വാർത്ത കേട്ട് ഞെട്ടാത്ത ഒരാളും ഇന്ന് കേരളത്തിൽ ഉണ്ടാകില്ല. കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ 2 തവണ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തി വിട്ടയച്ചപ്പോൾ ഇതെല്ലാം വെറുമൊരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും കേന്ദ്ര ഏജൻസികൾക്ക് ഈ കേസിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ആഘോഷം നടത്തിയ അതേ ഇടത് സൈബർ പോരാളികൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ആ 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ വെറുമൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നുവെന്നും യഥാർത്ഥ ബോംബ് ഇനി പൊട്ടാനിരിക്കുന്നതേ ഉള്ളൂ എന്നും. ED ഒരിക്കലും വെറുതെ ആരെയും വിളിപ്പിക്കില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയുടെ പ്രവർത്തന രീതി ഒരിക്കലും ഇടത് സൈബർ സഖാക്കൾ കരുതുന്നത് പോലെ തിടുക്കപ്പെട്ടുള്ള ഒരു കാര്യമല്ല. മറിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് SFIO സമർപ്പിച്ചിരിക്കുന്ന 134ഓളം അനുബന്ധ രേഖകളും ശാസ്ത്രീയമായ തെളിവുകളും അടങ്ങിയ കുറ്റപത്രം ഓരോന്നായി വളരെ സൂക്ഷ്മമായി വളരെ ക്ഷമയോടെ പരിശോധിച്ച് ഓരോ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിലുള്ള പണമിടപാടിൻ്റെയും ഉറവിടവും ലക്ഷ്യസ്ഥാനവും കണ്ടെത്തുന്നതാണ്. തെളിവുകളെല്ലാം ഭദ്രമായി കൈവശം വെച്ചതിനു ശേഷം മാത്രം കൃത്യമായ സമയത്ത് പ്രതികൾക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ വല വീശുന്ന ഒരു അതിസൂക്ഷ്മമായ ഏജൻസിയാണ് ED എന്ന് ഈ റെയ്ഡിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ കേസിൽ ഏറ്റവും രസകരവും അതേസമയം ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് റെയ്ഡ് നടന്നിരിക്കുന്നത് മറ്റാരുടെയും പരാതിയുടെ പുറത്തല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ സ്വന്തം ഡയറിയിൽ നിന്നും അവരുടെ പേരിലുള്ള തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ബാങ്കിന്റെ ലോക്കറിൽ നിന്നുമാണ്. അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് EDക്ക് ലഭിച്ച നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നേരെ ചെന്നെത്തുന്നത് മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും വിശ്വസ്തരായ അദ്ദേഹത്തിന്റെ നിഴൽ പോലെ കൂടെ നടന്നിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ ഇടപാടുകളുടെയും കണ്ണികളായ 2 സഖാക്കളിലേക്കാണ്. ഇത് തന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതിലൊരാൾ കോഴിക്കോട് DTPCയുടെ കോർഡിനേറ്ററായിരുന്ന നന്ദുലാൽ ആണെങ്കിൽ മറ്റൊരാൾ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും കോഴിക്കോട് കേന്ദ്രീകരിച്ച് സോലൈസ് എന്ന പേരിൽ ഒരു IT കമ്പനി നടത്തുന്ന നിഖിൽ എന്ന് പറയുന്ന വ്യക്തിയുമാണ്. ഇവർ 2 പേരും മുഹമ്മദ് റിയാസിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ബിനാമി നിക്ഷേപങ്ങളുടെയും റിസോർട്ട് ബിസിനസ്സുകളുടെയും ചുക്കാൻ പിടിച്ചവരാണെന്നുള്ളത് കോഴിക്കോട്ടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യമാണ്. അവരുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് റിയാസിന്റെ വീട്ടിൽ തന്നെ റെയ്ഡ് നടക്കുന്നതിന് തുല്യമാണ്. രാവിലെ 6 മണിക്ക് തന്നെ ഫറൂഖിലെ തറവാട് വീടുകളിലും കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ആഡംബര ഫ്ളാറ്റുകളിലും ED ഉദ്യോഗസ്ഥർ ഒരേ സമയം കയറി ചെന്നപ്പോൾ അവർ പരിശോധിച്ചത് വെറും പേപ്പറുകൾ മാത്രമല്ല, മറിച്ച് ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ, മൊബൈൽ ഫോണുകൾ, ബാങ്ക് ലോക്കറുകളുടെ താക്കോലുകൾ, ഭൂമി ഇടപാടുകളുടെ ആധാരങ്ങൾ, വിദേശത്തേക്കുള്ള പണമിടപാടിൻ്റെ രേഖകൾ ഇവയെല്ലാം അരിച്ചുപെറുക്കി കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ തെളിവുകളായി മാറും.
ഇവിടെയാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന്റെ ഏറ്റവും വലിയ ക്രൂരതയും തന്ത്രവും പുറത്തു വരുന്നത്. കാരണം സ്വന്തം മകളുടെ പേരിലുള്ള കള്ളപ്പണ ഇടപാട് പുറത്തു വന്നപ്പോൾ ആ കേസിൽ നിന്ന് തടിയൂരാനും തന്റെ കസേര സുരക്ഷിതമാക്കാനും വേണ്ടി മകൾ വീണയെയും അവളുടെ ഭർത്താവായ റിയാസിന്റെ വിശ്വസ്തരായ സുഹൃത്തുക്കളെയും ഒന്നടങ്കം ഇഡിയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ അടവാണ് പിണറായി ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കുടുംബത്തെ പോലും രക്ഷിക്കാൻ കഴിയാത്തവൻ എങ്ങനെ പാർട്ടിയെ രക്ഷിക്കുമെന്ന ചോദ്യവും കൂടെ ഉയരുന്നുണ്ട്. വീണയും മോശമല്ല. കാരണം റിയാസിലേക്ക് ഇഡിയുടെ കൈകൾ നീളാൻ കാരണക്കാരി തന്നെ വീണയാണ്. ഒരു സേവനവും നൽകാതെ, ഒരു സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്ത് നൽകാതെ വെറും ഒരു കടലാസ് കമ്പനി മാത്രമായ എക്സാലോജിക് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ധാതുമണൽ ഖനനം നടത്തുന്ന CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എങ്ങനെ കവിഞ്ഞൊഴുകിയെന്നുള്ള മാന്ത്രിക വിദ്യയുടെ ചുരുളഴിക്കാനാണ് ഇഡി ഇപ്പോൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാസപ്പടി എന്ന ഓമന പേരിൽ വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ പേര് കള്ളപ്പണം വെളുപ്പിക്കലും അഴിമതിയുമാണ്. അത് കേരളത്തിലെ ഓരോ സാധാരണക്കാരനും മനസ്സിലാകുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തി വെട്ടിച്ചെടുത്ത പണം കൊണ്ട് ആർഭാട ജീവിതം നയിച്ച് പാർട്ടിയുടെ ഉന്നത സ്വാധീനം കൊണ്ട് എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ കരുതിയവർക്ക് ഇഡിയുടെ ഈ മിന്നൽ പരിശോധനകൾ നൽകുന്നത് വളരെ വലിയൊരു മുന്നറിയിപ്പാണ്. അതായത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ നിങ്ങൾ എത്ര വലിയവനായാലും, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളായാലും മരുമകന്റെ സുഹൃത്തായാലും ഒരു നാൾ തെളിവുകളുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ റെയ്ഡുകൾ നൽകുന്നത്. ഇനിയും ഇത്തരം റെയ്ഡുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയധികം അഴിമതി ആരോപണങ്ങളും കുടുംബവാഴ്ചയും സ്വജനപക്ഷപാതവും നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഭരണകാലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം മാസപ്പടിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ആ കളിയിൽ കൂട്ടുനിന്നവരുടെയൊക്കെ വീടുകളിലേക്ക് അന്വേഷണ ഏജൻസികൾ ഓരോന്നായി കയറി ചെല്ലുന്നത് കാണാൻ തന്നെ എന്തൊരു രസകരമായ കാഴ്ചയാണ്. അതിനാൽ എക്സാലോജിക്കിൽ നിന്ന് പണം എങ്ങോട്ടൊക്കെ ഒഴുകി, ആരൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ, തിരുവനന്തപുരത്തെ ബാങ്ക് ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ ഇനി ആരുടെയൊക്കെ പേരുകളാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ചുരുളഴിയുന്നതേയുള്ളൂ. വരും ദിവസങ്ങളിൽ ഈ കേസ് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ ഭൂകമ്പത്തിന് തന്നെ കാരണമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന് വിചാരിച്ചവർക്ക് ഇഡി ഒരുക്കുന്ന എട്ടിൻ്റെ പണി തന്നെയാണിത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.